ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പ്രാർത്ഥിക്കാതെ ഉറങ്ങിപ്പോയ ശിഷ്യന്മാർ എന്നതിനെ പറ്റിയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ തിരുവചനം. യേശു ഗെത്സമേൻ തോട്ടത്തിൽ വേദനയോടെ പ്രാർത്ഥിച്ചതിന് ശേഷം തൻ്റെ ശിഷ്യന്മാരിരുന്ന ഭാഗത്തേക്ക് ചെന്നപ്പോൾ അവർ ഉറങ്ങുന്നത് കണ്ടു. ഉടനെ കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നോടൊപ്പം 1 മണിക്കൂർ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലേ? ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേരെന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വീണു പോകാതെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ടെക്നിക്ക് എന്താണ്? ഞങ്ങൾ വീണു പോകുന്നു. ഒരുപാട് ആളുകളുടെ നിലവിളിയും വേദനയുമാണിത്. എന്താണ് ഇതിനുള്ള ഒരു പ്രതിവിധി? അനേകരുടെ ചോദ്യം ഇതാണ്. പ്രിയപ്പെട്ടവരെ, 1 സാമുവേൽ 12-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് പ്രയർലെസ്നെസ് ഈസ് എ സിൻ. പ്രാർത്ഥിക്കാതിരിക്കുന്നത് ഒരു പാപമാണ്. നമ്മൾ എന്തെങ്കിലും കുമ്പസാരക്കൂട്ടിൽ പോയി ഞാൻ പ്രാർത്ഥിക്കാതിരുന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് കണ്ണുനീരോടുകൂടി കുമ്പസാരിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കാതിരുന്നത് ഒരു പാപമാണെന്ന് ഇന്ന് വരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ വചനം പറയാണ്, പ്രാർത്ഥിക്കാതിരിക്കുന്നത് ഒരു പാപമാണ്. വ്യഭിചാരം ചെയ്യുന്നത് പോലെ തന്നെ, അബോർഷൻ ചെയ്യുന്നത് പോലെ തന്നെ, മന്ത്രവാദം ചെയ്യുന്നത് പോലെ തന്നെ ഒരു പാപമായിട്ട് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കാതിരിക്കുന്നത് ഒരു പാപമാണ്. എഫേസ്യർക്കെഴുതിയ എഴുതിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അങ്ങനെ പ്രകാശിക്കണമെങ്കിൽ പ്രാർത്ഥനയില്ലായ്മയുടെ ഈ ഉറക്കം വിട്ട് നമ്മൾ എഴുന്നേറ്റ് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ പറയാം. നിങ്ങൾക്ക് വീണു പോകാതെ നിലനിൽപ്പിൻ്റെ വരം കിട്ടണമെന്നുണ്ടോ? മുന്നോട്ട് പോകണമെന്നുണ്ടോ? ഇന്ന് വചനം തിരുവചനം കേൾക്കുമ്പോൾ തീരുമാനമെടുക്കണം. ശ്വസിക്കുന്ന ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ ദിവസം ഞാൻ പ്രാർത്ഥിച്ചിരിക്കും. നമ്മൾ ഒരു ദിവസം ശ്വസിക്കാതിരുന്നാൽ ആ ദിവസത്തിന് പറയുന്ന പേരാണ് നമ്മുടെ മരണ ദിവസം. നമ്മൾ ഒരു ദിവസം ശ്വാസം എടുക്കാതെയും ശ്വാസം പുറത്തേക്ക് വിടാൻ ചെയ്യാതെ ഒരു ദിവസം മുഴുവൻ നമ്മൾ ഇരിക്കാമെങ്കിൽ അന്ന് നമ്മളെ ആളുകൾ വിളിക്കുന്ന പേരാണ് ശവം. നമ്മുടെ വീട്ടിലേക്ക് ധാരാളം പേര് വരുന്നു, നമ്മളെ ശവപ്പെട്ടി കിടത്തുന്നു, അവസാനം കൊണ്ടുപോയി കുഴിച്ചിടുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യാത്ത ഒരു മനുഷ്യൻ്റെ ഭൗതികമായിട്ടുള്ള അവസ്ഥയാണ് മരണമെന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് അകത്തുള്ള ആത്മീയ മനുഷ്യന് ശ്വസിക്കാൻ പറ്റാതിരിക്കുന്നതിൻ്റെ പേരാണ് പ്രാർത്ഥനയില്ലായ്മ. ആത്മാവിൻ്റെ മനുഷ്യൻ്റെ ശ്വസനമാണ് പ്രാർത്ഥന. ഈ ശ്വസിക്കുമ്പോൾ എന്താ പറ്റുന്നറിയാമോ? ഓക്സിജൻ നമ്മൾ അകത്തേക്ക് എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നു. ശുദ്ധവായുവിനെ അകത്തേക്ക് എടുക്കുന്നു, അശുദ്ധവായുവിനെ പുറത്തേക്ക് വിടുന്നു. ശരീരത്തിലുള്ള മുഴുവൻ മാലിന്യങ്ങളെയും രക്തം വലിച്ചു കൊണ്ടുവന്ന് ഹൃദയത്തിൽ കൂടി പമ്പ് ചെയ്ത് ശ്വാസകോശത്തിലൂടെ പുറത്തേക്ക് വിടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ അകത്തേക്ക് വലിക്കുന്ന ശുദ്ധവായുവിനെ ഇതുപോലെ തന്നെ രക്തം ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗത്തേക്കും ഹീമോഗ്ലോബിൻ്റെ അകത്തുകൂടി എത്തിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ശരിക്കും ശരീരത്തിലെ എല്ലാ ഭാഗത്തും ഈ ഓക്സിജൻ കിട്ടുന്നത്, ശുദ്ധവായു കിട്ടുന്നത്. ഇത് നടന്നില്ലെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് മരണം. ഇതുപോലെയാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശുദ്ധാത്മാവിനെ, പരിശുദ്ധാത്മാവിനെ അകത്തേക്ക് സ്വീകരിക്കുന്നു, അശുദ്ധാത്മാവിനെ പുറത്തേക്ക് വിടുന്നു. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ശ്വാസത്തെ അകത്തേക്ക് എടുക്കുന്നു, സാത്താൻ്റെ ശ്വാസം വല്ലതും ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകുന്നു. പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക സ്വഭാവങ്ങൾ അകത്തേക്ക് വരുന്നു, ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ പുറത്തേക്ക് പോകുന്നു. പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ട് രസകരമായ ഒരുപാട് കഥകളുണ്ട്. ഒരിക്കലൊരു വീട്ടിലൊരു കൊച്ചു പെൺകുട്ടി അനുസരണക്കേട് കാണിച്ചു. വീട്ടുകാരെല്ലാം കൂടെ തീരുമാനിച്ചു, ഇവൾ സ്ഥിരമായിട്ട് അനുസരണക്കേട് കാണിക്കുക, ഇന്ന് രാത്രി ഇവളെ ഡൈനിങ് ടേബിളിൽ ഇരുത്തി ആഹാരം കൊടുക്കണ്ട, ഇവൾ ആ തറയിൽ വീടിൻ്റെ മൂലയ്ക്ക് ഇരുന്ന് ആഹാരം കഴിക്കട്ടെ. എന്നിട്ട് വീട്ടുകാരെല്ലാം കൂടെ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റിലും കസേരയിലിരുന്നു. ഈ 8 വയസ്സുള്ള മകളോട് അവളുടെ പ്ലേറ്റിൽ ആഹാരം എടുത്തിട്ട് വീടിൻ്റെ മൂലയ്ക്ക് പോയിരുന്നോളാൻ പറഞ്ഞു. അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അവൾ പ്ലേറ്റിൽ ആഹാരം എടുത്തിട്ട് നേരെ വീടിൻ്റെ മൂലയ്ക്കത്ത് പോയിരിക്കുക. എന്നിട്ട് അവൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അപ്പം ശിക്ഷ കിട്ടിയപ്പോഴും ഇവൾ എന്താണ് പ്രാർത്ഥിക്കുന്നറിയാൻ
ബാക്കി വീട്ടിലെല്ലാവരും കൂടി ഇങ്ങനെ കാത് കൂർപ്പിച്ചിരിക്കുക, ഇവൾ എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവൾ ഉച്ചത്തിലൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടെ നിന്ന് എനിക്ക് വിരുന്നൊരുക്കിയിരിക്കുന്നതിനാൽ ഞാനങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. 23-ാം സങ്കീർത്തനത്തിലെ ഒരു വചനമാണിത്. ഇതെടുത്ത് പ്രാർത്ഥിച്ചിട്ട് അവളുടെ ആഹാരം കഴിക്കുകയാണ്. ഒരിക്കലൊരു മനുഷ്യൻ ചോദിച്ചു, തൻ്റെ മക്കൾ അയക്കുന്ന എല്ലാ കത്തുകൾക്കും ദൈവം മറുപടി കൊടുക്കാറുണ്ടോ? തൻ്റെ മക്കൾ അയക്കുന്ന എല്ലാ കത്തുകൾക്കും ദൈവം മറുപടി കൊടുക്കാറുണ്ടോ? അതിന് വേറൊരാൾ ഇങ്ങനെയാണ് മറുപടി കൊടുത്തത്, ശരിയായ വിലാസത്തിൽ അയക്കുന്ന കത്തുകൾ മാത്രമേ സ്വർഗത്തെത്താറുള്ളൂ. ശരിയായ വിലാസത്തിൽ അയക്കുന്ന കത്തുകൾ മാത്രമേ സ്വർഗത്ത് എത്താറുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വചനത്തിൽ ശരിയായ വിലാസം യേശു പറയുന്നുണ്ട്. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് എന്ത് ചോദിച്ചാലും നിങ്ങൾക്കത് ലഭിക്കും. യോഹന്നാൻ 14:14 യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്കത് ചെയ്തു തരും. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥനയാണ് ശരിയായ വിലാസത്തിലുള്ള അഡ്രസ്സിലുള്ള പ്രാർത്ഥന. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട്, പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ദൈവത്തോടൊരു വട്ടുപിടിച്ച സ്നേഹം വേണം, വലിയൊരു സ്നേഹം വേണം. ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ദൈവത്തോട് വലിയ സ്നേഹമൊന്നും കാണത്തില്ല, അത് അവരുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം, പക്ഷെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, ജീവിതത്തിൽ ഒരു പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടാത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ പൊന്നെ, ഞാൻ എത്ര പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും ഒന്നും കിട്ടാറില്ല. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടണമെങ്കിൽ ആദ്യം വേണ്ട വ്യവസ്ഥ ദൈവത്തോടുള്ള വലിയൊരു സ്നേഹമാണ്. 91-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാമത്തെ തിരുവചനം പറയുന്നു, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ മോചിപ്പിക്കും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കും, മഹത്വപ്പെടുത്തും, ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം ആദ്യം പറയുന്ന വ്യവസ്ഥ ഇതാണ്, അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ. ഇരുമ്പും കാന്തവും കൂടെ അടുപ്പിച്ച് വെച്ചാൽ എന്ത് പറ്റും? ഒട്ടിപ്പിടിക്കും. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് കാണിച്ചു തന്നിട്ടില്ലേ, ഈ മുട്ടുസൂചി മാഗ്നറ്റിൻ്റെ കാന്തത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ചാടിപ്പിടിക്കും. ഇത് രണ്ടുപേരും കൂടി ഇങ്ങനെ ഒട്ടിയിരിക്കുകയാണ്. ഇതുപോലെ ദൈവം പറയുകയാണ്, അവൾ സ്നേഹത്തിൽ എന്നോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതിനാൽ. കാണുക, ഈ ഒട്ടിപ്പിടിക്കുക എന്നൊരു വാക്കാണ് പരിശുദ്ധാത്മ ഉപയോഗിച്ചിരിക്കുന്നത്. സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ മോചിപ്പിക്കും. ഇന്ന് വരെ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നൊരു മോചനം, ഒരു ഡെലിവറൻസ്, ഒരു വിടുതൽ കിട്ടിയിട്ടില്ലെങ്കിൽ ദൈവം ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നീ എന്നോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കാൻ പഠിക്കുക. എൻ്റെ മനസ്സിലേക്ക് ഒരു സംഭവം ഈ സമയത്ത് ഓർമ്മ വരികയാണ്. മഹാനായ അക്ബർ രാജാവിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവമാണ്. നമുക്കെല്ലാം അറിയാം, ഇന്ത്യ ഭരിച്ചിട്ടുള്ള ഒരു രാജാവാണ് അക്ബർ രാജാവ്. നല്ലവനായ ഒരു രാജാവായിരുന്നു. അദ്ദേഹം ഒരിക്കൽ നായാട്ടിന് വേണ്ടി തൻ്റെ കൊട്ടാരത്തിലെ പരിവാരങ്ങളുമായിട്ട് പോവുകയാണ്. അദ്ദേഹം നായാട്ടിന് പോയിട്ട് ഈ കാടിൻ്റെ മനോഹരിതയൊക്കെ കണ്ട് കുറച്ചു നേരം അത്ഭുതപ്പെട്ടിങ്ങനെ ഇരുന്നിട്ട് ഈ വെള്ളം ഒഴുകുന്നതും കിളികൾ പറക്കുന്നതും ഒക്കെ നോക്കിയിട്ട് അദ്ദേഹം ഇങ്ങനെ വിചാരിക്കുകയാണ്, ദൈവമേ, ഈ പ്രകൃതി ഇത്രയ്ക്കും മനോഹരമാണെങ്കിൽ ഈ സ്വർഗം എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? ദൈവം എങ്ങനെയായിരിക്കും? ദൈവത്തിൻ്റെ രൂപം എന്തായിരിക്കും? ദൈവത്തിൻ്റെ പ്രകാശം എന്തായിരിക്കും? ദൈവം എങ്ങനെയായിരിക്കും ഇരിക്കുന്നതൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ചുമ്മാ ഇങ്ങനത്തെ കുറച്ച് ചിന്തകളുമായിട്ട് ഇരിക്കുമ്പോൾ ഏതാണ്ട് ഒരു 35 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ ഓടി വന്ന് രാജാവിൻ്റെ പുറത്തൊരു ചവിട്ടും വെച്ചു കൊടുത്തിട്ട് കാട്ടിലേക്ക് ഓടിപ്പോയി. രാജാവ് മറിഞ്ഞടിച്ച് താഴെ വീണു. എല്ലാവർക്കും വലിയ സങ്കടമായി. അവളുടെ പുറകെ പോയി ഇപ്പം തന്നെ തലവെട്ടി കളയട്ടെ എന്ന് ഒരു പട്ടാളക്കാരൻ ചോദിച്ചു. രാജാവ് പറഞ്ഞു, വേണ്ട, അവൾ വരട്ടെ, അവൾ അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലോ. ഈ സ്ത്രീ ആണെങ്കിൽ ഒരു സോറി എന്നൊരു വാക്ക് പോലും പറഞ്ഞില്ല, ക്ഷമിക്കണമെന്ന് പോലും പറഞ്ഞില്ല. ഇവൾ ഒരു വാക്ക് പോലും പറയാതെ ചവിട്ടും കൊടുത്ത് രാജാവിനെ മറിച്ച് താഴെ ഇട്ടിട്ട് കാട്ടിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. ഏതാണ്ട് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവൾ ചിരിച്ച് കളിച്ചു വരികയാണ്. കൂടെ ഒരു പുരുഷനും ഉണ്ട്. തോളയിലൊക്കെ കൈയിട്ട വരുന്ന കണ്ടപ്പോൾ അറിയാതെ ഭർത്താവാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ അടുത്ത് വന്നപ്പോൾ രാജാവ് ഇങ്ങനെ കരികയറി നിൽക്കുകയാണ്. ഇവൾക്കിട്ട് 2 പണി കൊടുത്തിട്ട് തന്നെ ബാക്കി കാര്യം, ഇന്ന് ഇവള് വെറുതെ വിടത്തില്ല. അപ്പോൾ ഈ അക്ബറിനെ കണ്ട പാട് ഇവള് പെട്ടെന്ന് കൈകൂപ്പിട്ട്, അയ്യോ രാജാവോ, തിരുമനസ് എപ്പോഴും ഇവിടെ വന്ന്? ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഇവിടെ തിരുമനസ് ഇല്ലായിരുന്നല്ലോ, അങ്ങ് എപ്പോൾ വന്നു? കുറച്ച് നേരമായി വന്നിട്ട്. ഇവളിങ്ങനെ ചോദിക്കുക. അപ്പം രാജാവ് റെഡി, നീ കള്ളവും കൂടെ പറയാൻ തുടങ്ങിയിരിക്കല്ലേ? നീ എന്നെ ചവിട്ടി മറിച്ചിട്ടതും പോരാ, ഇപ്പം നീ പച്ച കള്ളവും കൂടെ പറയുക. നീ എന്നെ ചവിട്ടി ഒന്നും ഓർമ്മയില്ലേ? അയ്യോ, ആര് ചവിട്ടി? അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നോ? എടി സത്യം പറയടി, എന്താ നീ ഇങ്ങനെ പറയണത്? അപ്പം അവൾ പറഞ്ഞു, തിരുമനസേ, എൻ്റെ ഭർത്താവ് ഇന്ന് വെളുപ്പിന് 6 മണിക്ക് മുമ്പേ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്, വരേണ്ട സമയം കഴിഞ്ഞു. ഈ കാട്ടിൽ കൂടെയാണ് പോയത്. എൻ്റെ ഭർത്താവിനെ കാണാതെ വെപ്രാളം പിടിച്ച് എൻ്റെ ഭർത്താവ് എവിടെയാണെന്ന് അന്വേഷിക്കാനായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഞാൻ ഈ കാട്ടിൽ കൂടെ പോകുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഭർത്താവല്ലാതെ മറ്റാരുമില്ലായിരുന്നു.
എൻ്റെ മനസ്സിലും എൻ്റെ ഓർമ്മയിലും എൻ്റെ ചിന്തയിലും എൻ്റെ ഭർത്താവല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. മറ്റാരെയും ഞാൻ കണ്ടില്ല. അദ്ദേഹത്തോടുള്ള സ്നേഹം നിമിത്തം എൻ്റെ ഹൃദയം മുഴുവൻ ആ സ്നേഹം, എൻ്റെ ഭർത്താവിനോടുള്ള സ്നേഹം നിറഞ്ഞു നിന്നതിനാൽ ഞാൻ സത്യമായിട്ടും അങ്ങേ കണ്ടില്ല, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ആ പാവപ്പെട്ട സ്ത്രീ രാജാവിൻ്റെ കാലിലേക്ക് വീഴുക. അക്ബർ ഒരു നല്ല രാജാവായിരുന്നുകൊണ്ട് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പൊക്കോളം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നവരോട് പറഞ്ഞു, കണ്ടോ, ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്ന വിധം കണ്ടു. രാജാവിനെ ചവിട്ടി താഴെ ഇട്ടതുപോലും അവൾ അറിഞ്ഞില്ല. ചുറ്റിലുമുള്ള ഒന്നും അവൾ അറിഞ്ഞില്ല. അവളുടെ ഹൃദയം മുഴുവൻ ഭർത്താവിനോടുള്ള സ്നേഹമായിരുന്നു. ചുറ്റുവട്ടത്തുള്ള ഒന്നിനും അവളെ സ്പർശിക്കാൻ പറ്റാത്തവണ്ണം, സ്വാധീനിക്കാൻ പറ്റാത്തവണ്ണം അവളുടെ ഭർത്താവിനോടുള്ള സ്നേഹം അവൾ നിറഞ്ഞു പോന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും തങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടിതാവായ ദൈവത്തെ ഇതുപോലെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഈ ലോകം സ്വർഗമായി മാറാൻ പിന്നെ അധിക സമയം വേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, വലിയൊരു മെസ്സേജാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഈ സ്ത്രീ ഭർത്താവിനെ സ്നേഹിച്ചതുപോലെ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഏതാണെന്ന് ചോദിച്ചപ്പോൾ, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി. ഈ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അത് ശ്രദ്ധിച്ച് വായിക്കണം. പൂർണ്ണാത്മാവ്, പൂർണ്ണ മനസ്സ്, പൂർണ്ണ ശക്തി, പൂർണ്ണ ഹൃദയം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊന്നും ഇല്ലാത്തവണ്ണം, വേറെ ആരെയും സ്നേഹിക്കുന്നില്ല എന്ന മട്ടിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണമെന്ന് തന്നെയാണ് ദൈവം പറയുന്നത്. ഇങ്ങനെ സ്നേഹിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് അത്ഭുതകരമായ മറുപടി കിട്ടും. 2, ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്ന് കണ്ണും പൂട്ടി ഉറച്ചു വിശ്വസിക്കണം. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശ്വസിക്കുന്നവന് സകല കാര്യങ്ങളും സാധിച്ചു കിട്ടും. മത്തായി സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കും. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശ്വസിച്ചാൽ ഈ മല മാറി കടലിൽ ചെന്ന് വീഴും. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാമത്തെ വചനത്തിൽ പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു സംഭവം കൂടി എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ വരികയാണ്. മനോഹരമായ ഒരു കുഞ്ഞു സംഭവം. വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്ത് 8.5 വയസ്സുള്ള ബെപ്പോ സാല എന്ന് പറയുന്ന ഒരു ബാലൻ ജീവിച്ചിരുന്നു. വളരെ പാവപ്പെട്ട വീട്ടിലെയാണ്. ഒറ്റ മുറിയുള്ള ഒരു കുടിലാണ് അവർ താമസിച്ചിരുന്നത്. അപ്പനും അമ്മയും 6 മക്കളും. ഇവനാണ് ഏറ്റവും ഇളയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവനൊരു കാര്യം മനസ്സിലായി, അമ്മച്ചി വീണ്ടും ഗർഭിണിയാണ്. അപ്പോൾ ഇവന് മനസ്സിലായി, ഇനി വീട്ടിൻ്റെ അകത്ത് കിടക്കാൻ സ്ഥലമില്ല, ഇപ്പം തന്നെ ഒരു രക്ഷയില്ല, ഇനി നിൽക്കാൻ പോലും സ്ഥലമില്ല. ഇവൻ ആകപ്പാടൊരു വെപ്രാള, ഇത് എങ്ങനെ ഇനി ജീവിക്കും? കുഞ്ഞാണ്, നിങ്ങൾക്കറിയാം. ഇവൻ ഒരു മലയുടെ മുകളിൽ കയറി ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ എങ്ങനെയാണ് ഇനി ജീവിക്കാൻ പറ്റുന്നത്? അടുത്ത ആളും കൂടെ വരികയാണ്. വീട്ടിൻ്റെ അകത്ത് നിന്ന് തിരിയാൻ സ്ഥലമില്ല. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവനൊരു കാഴ്ച കണ്ടു. ദൂരെ ഒരു ബലൂൺ വിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ ബലൂണിൻ്റെ അകത്ത് കാറ്റ് ഊതി വീർപ്പിച്ചിട്ട് അതിൻ്റെ ഒരു കെട്ട് കെട്ടിയിട്ട് പറപ്പിച്ചു വിട്ട് കാണിക്കുകയാണ്. എന്നിട്ടൊരു നൂലിൽ കെട്ടിയിട്ട് ഇത് ആൾക്കാർക്ക് വിൽക്കുകയാണ്. ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ? മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിച്ചെന്ന് അന്ന് ഉച്ചയ്ക്ക് സ്കൂളിൽ ആഹാരം കഴിക്കാൻ വീട്ടിൽ നിന്ന് കൊടുത്തിരുന്ന അല്പം പൈസ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ബലൂൺ മേടിച്ചു. നല്ല കാറ്റ് നിറച്ച ബലൂണാണ്. തൻ്റെ നോട്ട്ബുക്കിൽ നിന്നും ഒരു പേപ്പർ കീറിയിട്ട് ദൈവത്തിനൊരു എഴുത്തെഴുതി, സ്നേഹമുള്ള ദൈവമേ, വീട്ടിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ 6 മക്കളുണ്ട്, അപ്പനും അമ്മയും കൂടെ 8 പേരുണ്ട്, ഇനി അടുത്ത ആളും കൂടെ വരികയാണ്. ഒരു കാര്യം ചെയ്യണേ, കുറച്ച് നല്ല കമ്പിളി പുതപ്പും നല്ല കുറച്ച് കൊച്ചു ഉടുപ്പും ഒക്കെ കൊടുത്തു വിടണേ. ആരെങ്കിലും ഇട്ട് അല്പം പഴകിയതായാലും കുഴപ്പമില്ല, ഇച്ചിരി വൃത്തി ഉണ്ടായിരുന്നാൽ മതി കേട്ടോ. സ്നേഹത്തോടെ ബെപ്പോ സാല. ഞാൻ താമസിക്കുന്നത് ആലപ്പോ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞ് അവൻ്റെ വീട്ടിൻ്റെ അഡ്രസ്സും കൂടെ അതിൽ കുറിച്ച് വെച്ചിട്ട് ഈ ബലൂണിൻ്റെ നൂലോട് ചേർത്ത് ഈ പേപ്പർ കെട്ടിയിട്ട് ഇവൻ ബലൂൺ പറപ്പിച്ചു വിടുകയാണ്. ബലൂൺ ഉയർന്ന് ആകാശത്തേക്ക് പോകുന്നത് അവൻ നോക്കിക്കൊണ്ടു നിന്നു. ഒരു 4-5 ദിവസത്തേക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. 6ാമത്തെ ദിവസമായപ്പോൾ വീട്ടിലൊരു പോസ്റ്റ്മാൻ വന്നു. ബെപ്പോ സാലയ്ക്ക് ഒരു പാഴ്സലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ബെപ്പോയുടെ അപ്പൻ പറഞ്ഞു, ഇവിടെ പാഴ്സലൊന്നും വരാനായിട്ട് ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾ പാവപ്പെട്ടവരാണ്, അങ്ങേക്ക് സ്ഥലം മാറിപ്പോയതായിരിക്കും, അഡ്രസ്സ് തെറ്റിയതായിരിക്കും. അപ്പോൾ പറഞ്ഞില്ല, ബെപ്പോ സാല തന്നെയാണ്, ഈ അഡ്രസ്സ് കറക്റ്റ് അല്ലേ? അപ്പോൾ പറഞ്ഞു, ശരിയാണ്, ഞങ്ങൾക്കിത് വേണ്ട, തിരിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞു. പാഴ്സലിൻ്റെ പുറകെ നോക്കിയപ്പോൾ റോവിഗോ എന്ന് പേരുള്ള ഒരു മനുഷ്യൻ്റെ പേര് മാത്രമേ ഉള്ളൂ, അയച്ച സ്ഥലമോ അഡ്രസ്സോ ഇല്ല. അതുകൊണ്ട് പോസ്റ്റ്മാൻ പറഞ്ഞു, ഞാനിതിവിടെ തരികയാണ്, എനിക്കിത് കൊണ്ടുപോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, തിരിച്ചയക്കാൻ പറ്റത്തില്ല. അദ്ദേഹം ആ പാഴ്സൽ അവിടെ ഇട്ടിട്ട് പോയി. എല്ലാവരും കൂടെ പാഴ്സൽ തുറന്നപ്പോൾ കണ്ടത്
നല്ല 2 കമ്പിളിയും കുറേ കുഞ്ഞുടുപ്പുകളുമാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും അത്ഭുതമായി. അപ്പം ചോദിച്ചു, മോനെ ഇതെന്താ ഇത്? അപ്പം പറഞ്ഞു, പപ്പ, ഞാൻ ദൈവത്തിന് ഒരു 5 ദിവസം മുമ്പ് ഒരു കത്തെഴുതി ബലൂണിൻ്റെ താഴെ കെട്ടി ഞാൻ പറപ്പിച്ചു വിട്ടായിരുന്നു. ദൈവം എനിക്കിത് അയച്ചതെന്നാണ് പപ്പ എന്ന് പറഞ്ഞു. അവന് വലിയ സന്തോഷമായി. പ്രിയപ്പെട്ടവരെ, എന്താ സംഭവിച്ചെന്നറിയാമോ? ഇവൻ്റെ ഈ ബലൂൺ പറന്ന് ഒടുവിൽ നിങ്ങൾക്കറിയാം ബലൂൺ പൊട്ടി. ബലൂൺ പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഈ കത്ത് താഴേക്ക് വരികയാണ്. അവിടുത്തെ സാമ്പത്തികമായിട്ട് അല്പം ഉയർന്ന നിലയിലുള്ള റോവിഗോ എന്ന് പറയുന്ന മനുഷ്യൻ്റെ തോട്ടത്തിൽ ഈ ബലൂൺ വന്ന് വീഴുകയാണ്. അയാൾ ഇതെന്താണെന്നറിയാൻ വേണ്ടി പേപ്പർ എടുത്ത് വായിച്ചപ്പോൾ ഒരു കൊച്ചു ബാലൻ തൻ്റെ കത്ത് ദൈവത്തിന് എഴുതിയിരിക്കുന്നതാണ് അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിച്ചത്. ഈ കത്ത് കണ്ടപ്പോൾ ആദ്യം ഒന്നും തോന്നിയില്ലെങ്കിലും പിന്നീട് ആ മനുഷ്യന് തോന്നി, ഇതിന് ഞാനൊരു മറുപടി കൊടുത്താൽ ഒരുപക്ഷെ ആ ബാലൻ്റെ ദൈവവിശ്വാസം വർദ്ധിച്ചേക്കും, അവൻ ദൈവത്തെ ഒത്തിരി സ്നേഹിച്ചേക്കുമെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഈ അഡ്രസ്സിൽ കുറച്ച് കമ്പിളിയും തുണിയും കൂടി അയച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നടന്ന ഒരു സംഭവമാണ്. ഞാനിവിടെ പങ്കുവച്ചത് ഇത്രയേ ഉള്ളൂ. ആ ബാലൻ്റെ വിശ്വാസത്തെ ദൈവം മാനിച്ചു. കർത്താവ് പറയുന്നുണ്ട്, നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിന്റെ മലകൾ മാറി കടൽ ചെന്ന് വീഴും. നീ മടുത്തു പോകാതെ പ്രാർത്ഥിക്കാമെങ്കിൽ നിന്റെ പ്രാർത്ഥനകൾക്ക് നിനക്ക് മറുപടി കിട്ടുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാമത്തെ വാക്യം ഓർക്കാൻ എളുപ്പമാണ്. 3:33 അതിൽ ദൈവം പറയുന്നുണ്ട്, നീ എന്നെ വിളിച്ചപേക്ഷിക്കുക. Call unto me, I will answer thee. നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്തരവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരും. നിങ്ങൾ ജോർജ് വാഷിങ്ടൺ എന്ന് പേരുള്ള അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി എഴുതിയ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, പ്രഭാതത്തിൽ 4 മണി മുതൽ 6 മണി വരെയും വൈകുന്നേരങ്ങളിൽ രാത്രി 9:30 മണി മുതൽ 10:30 മണി വരെയും പ്രാർത്ഥിക്കുന്ന ഒരു പ്രസിഡന്റിനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ തൊട്ടടുത്ത് നിന്ന് കണ്ടത്. പ്രിയപ്പെട്ടവർ, ഇന്ന് ലോകം ഒത്തിരി മാറി, അമേരിക്കയും മാറി, ലോകരാജ്യങ്ങൾ മാറി. പക്ഷേ ഇത് അമേരിക്കയുടെ ഏറ്റവും അഭിഷേകം നിറഞ്ഞ പ്രസിഡന്റുമാരിൽ ഒരാളായ, യേശുവിനെ ഒരുപാട് സ്നേഹിച്ച പ്രസിഡന്റുമാരിൽ ഒരാളായ ജോർജ് വാഷിങ്ടൺ എന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ്, ആ പ്രസിഡന്റിൻ്റെ ജീവിതത്തെപ്പറ്റി പറഞ്ഞിരിക്കുകയാണ്. പ്രഭാതത്തിൽ 4 മണി മുതൽ 6 മണി വരെ പ്രാർത്ഥിക്കുന്ന പ്രസിഡന്റ്, വൈകുന്നേരങ്ങളിൽ 9:30 മുതൽ 10:30 വരെ പ്രാർത്ഥിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ്, തൻ്റെ ജോലി തിരക്കുകൾക്കിടയിലും ദൈവത്തിൻ്റെ കൂടെ സമയം ചെലവഴിക്കാൻ അതിനുവേണ്ടി കൊതിച്ച് നടന്നിരുന്ന ഒരു പ്രസിഡന്റ്. ദൈവം ആ മനുഷ്യനെ ഉയർത്തിയതിൻ്റെ അകത്ത് യാതൊരു അത്ഭുതവും ഇല്ല. വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ്, നമ്മൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാനായിട്ട് പഠിക്കണം, വെപ്രാളം പിടിക്കരുത്. യാക്കോബ് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു കൃഷിക്കാരൻ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ക്ഷമയോടെ കാത്തിരിക്കുന്നത് പോലെ നിങ്ങളും കർത്താവിൻ്റെ ആഗമനത്തിനു വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭവനത്തിലേക്ക് ദൈവം ഇറങ്ങി വരുന്നതിന് വേണ്ടി, കർത്താവിൻ്റെ ആഗമനത്തിന് വേണ്ടി, നമ്മുടെ പ്രശ്നങ്ങളുടെ മേൽ ദൈവം ഇറങ്ങി വരുന്നതിന് വേണ്ടി നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുവിനെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. നമ്മൾ വെപ്രാളം പിടിച്ചിട്ടിട്ട് പോയാൽ നഷ്ടം നമുക്ക് തന്നെയാണ്. ദൈവത്തിന് ഓരോന്നിനും ഒരു സമയമുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങളിതിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കേട്ടിട്ടുണ്ടോ? അവനെ അവൻ്റെ ജ്യേഷ്ഠന്മാരെല്ലാം കൂടി പൊട്ടക്കിണത്തിൽ കൊണ്ടുപോയിടുന്നു, കൊല്ലാനായിട്ട് തീരുമാനിക്കുന്നു, അതിനുശേഷം അടിമകൾക്ക് വിൽക്കുന്നു, ഒരു രാജ്യം വിറ്റ് മറ്റൊരു രാജ്യത്തേക്ക് ഇവനെ ചങ്ങലയ്ക്ക് പൂട്ടിക്കൊണ്ടുപോവുകയാണ്. അവന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റത്തില്ല ഇനി ഒരു രക്ഷയുണ്ട്. പക്ഷേ അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, പിന്നീടും ചെയ്യാത്ത തെറ്റുകൾക്ക് ഒന്നിനു പുറകെ ഒന്നായി ശിക്ഷ കിട്ടി ഒടുവിൽ ജയിലിൽ ചെന്ന് കിടക്കുക. വ്യഭിചാരി എന്നുള്ള പേരും കൂടി വീണു. വിശുദ്ധിക്ക് വേണ്ടി നിലനിന്നപ്പോൾ വ്യഭിചാരി എന്നുള്ള പേര് വീണു. യജമാനന്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച ബലാത്സംഗ വീരൻ എന്ന പേരിൽ ജയിലിൽ കിടക്കുകയാണ്. പക്ഷേ ഈ സമയത്തും ഉൽപ്പത്തി പുസ്തകത്തിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, ദൈവമായ കർത്താവ് ജോസഫിനോടുകൂടെ ജയിലിൽ ഇറങ്ങി വന്നു. ശ്രദ്ധിക്കണമേ, ജയിലിൽ കിടക്കുന്ന ജോസഫിൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ദൈവം ജോസഫിൻ്റെ കൂടെ ഇരിക്കാൻ ജയിലിൻ്റെ അകത്ത് ഇറങ്ങി വന്നു. സ്വർഗത്തിൽ മാലാഖമാരുടെ ആരാധന സ്വീകരിക്കുന്ന ദൈവം, പരിശുദ്ധനായ ദൈവം, കർമ്മേലിൻ്റെ മലമുകളിൽ അഗ്നിയായി ഇറങ്ങി വന്ന ദൈവം, ഹോറേമിൻ്റെ മുൾപ്പടർപ്പിൽ തീ കത്തിച്ച ദൈവം ജയിലിൻ്റെ അകത്ത് ഇറങ്ങി വരാൻ മടി കാണിച്ചില്ല. തൻ്റെ പ്രിയപ്പെട്ട മകൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് ദൈവത്തിന് സ്വർഗത്തിരിക്കാൻ പറ്റിയില്ല. ദൈവം ജയിലിൻ്റെ അകത്ത് വന്ന് ജോസഫിൻ്റെ കൂടെ ഇരുന്നു. എന്തിനാണെന്നറിയാമോ? തക്ക സമയത്ത് ഉയർത്താൻ. ജയിലിൽ കിടക്കുന്ന ആദ്യ സമയത്തൊന്നും ദൈവം ഇടപെടുന്നില്ല.
പക്ഷെ ഒരു സമയം വരിക തന്നെ ചെയ്തു. ജോസഫിന് 33 വയസ്സ് കഴിഞ്ഞ സമയത്ത് ഈജിപ്തിലെ പ്രധാനമന്ത്രിയാക്കിക്കൊണ്ട് ദൈവം അവനെ അത്ഭുതകരമായിട്ട് ഉയർത്തുകയാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ജോസഫ് പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോൾ ദൈവത്തെ തെറി വിളിച്ചെങ്കിൽ എങ്ങനെ ഇരുന്നേനെ? ചെയ്യാത്ത തെറ്റിന് അടിമയായിട്ട് വിൽക്കപ്പെട്ടപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ടുകളഞ്ഞെങ്കിൽ എന്തു പറ്റിയേനെ? ബലാത്സംഗ വീരനെന്ന് പറഞ്ഞ് ജയിലിൽ കിടത്തിയപ്പോൾ ദൈവത്തോട് എന്നേക്കുമായിട്ട് പിണങ്ങി പ്രാർത്ഥന നിർത്തിക്കളഞ്ഞെങ്കിൽ എന്ത് സംഭവിച്ചേനെ? നഷ്ടം ജോസഫിന് തന്നെ ആയി പോകുമായിരുന്നു. പക്ഷെ ജോസഫ് ഒരിക്കലും തളർന്നില്ല. എല്ലാ പ്രതിസന്ധികളുടെ ഇടയിലും ജോസഫ് ദൈവത്തെ ആരാധിച്ചതിനാൽ ദൈവം തക്ക സമയത്ത് ജോസഫിനെ ഉയർത്തി. പ്രിയപ്പെട്ടവരെ, ദാവീദിന്റെ ജീവിതമോ? അഭിഷേക തൈലം തലയിൽ വീണതിന് ശേഷം ദാവീദ് നേരെ പോകുന്നത് നിങ്ങൾ ഓർക്കണം. സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് സാമുവേൽ പ്രവാചകൻ പറയാണ്, ഇവനാണ് ഇസ്രായേലിന്റെ രാജാവ്. അപ്പനും ഞെട്ടി, അമ്മയും ഞെട്ടി, സഹോദരന്മാരും ഞെട്ടി. കാരണം ശരീരത്ത് മുഴുവൻ ആടിന്റെ രോമം ഇരിക്കുകയാണ്, കുളിച്ചിട്ടില്ല. ഈ വൃത്തികെട്ട രോമമായിട്ട് നിൽക്കുന്നവന്റെ തലയിൽ എണ്ണ എടുത്തൊഴിച്ചിട്ട് സാമുവേൽ പ്രവാചകൻ പറയാം, ദിസ് ഇസ് ദ കിങ് ഓഫ് ഇസ്രായേൽ, ഇസ്രായേലിന്റെ രാജാവാണ്. അവർ ചിരിച്ചു കാണും. ഈ തൈലം വീണതിന് ശേഷം ഇവൻ നേരെ പോകുന്നത് കൊട്ടാരത്തിലേക്കല്ല, വീണ്ടും ആടിനെ മേയ്ക്കാൻ തന്നെയാണ്. ഒന്നിനും മാറ്റമില്ല. അഭിഷേകം തലേ വീണെന്ന് മാത്രമേ ഉള്ളൂ, ഒരു മാറ്റവും വന്നിട്ടില്ല. വീണ്ടും പോയി ആടുകളെ മേയ്ക്കുകയാണ്. അതിനുശേഷമുള്ള കാര്യങ്ങൾ വായിച്ച തല കറങ്ങിപ്പോവും. കാരണം സമാധാനത്തോടെ ആടുകളെ നോക്കി ജീവിച്ചുകൊണ്ടിരുന്ന ദാവീദിന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി നാട് വിട്ട് ഓടേണ്ടി വരികയാണ്. സാവൂൾ രാജാവ് കുന്തമെറിയുന്നു, പട്ടാളക്കാർ കൊല്ലാൻ പുറകെ ഓടിച്ചിരുന്നു, ഗുഹയുടെ അകത്ത് ഒളിച്ചിരിക്കേണ്ടി വരുന്നു. ജീവിതം മുഴുവൻ സഹനത്തിൻ്റെ പുറകെ, സഹനം 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 സഹനം. ആരായാലും തകർന്നു പോകും. പക്ഷെ അവൻ കാത്തിരുന്നു. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി അവൻ കാത്തിരുന്നതിനാൽ ദൈവത്തിൻ്റെ സമയത്ത് ദൈവം ആദ്യം അവനെ യൂദായുടെ രാജാവായിട്ടും പിന്നീട് അവനെ ഇസ്രായേൽ ദേശത്തിൻ്റെ മുഴുവൻ രാജാവായിട്ടും ദൈവം അവനെ അഭിഷേകം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ടെക്നിക്ക് പറഞ്ഞു തരട്ടെ. ഈ ദാവീദ് എന്നുള്ള സ്ഥലത്ത് തോമാച്ചൻ എന്ന് എഴുതി വായിക്കണം. തോമാച്ചൻ ബൈബിൾ വായിക്കുമ്പോൾ ദാവീദ് എന്നല്ല വായിക്കേണ്ടത്, പകരം ദാവീദിൻ്റെ സ്ഥാനത്ത് തോമാച്ചൻ എന്ന് എഴുതിക്കൊണ്ട് വായിക്കണം. അന്തോനി ബൈബിൾ വായിക്കുമ്പോൾ അത് അന്തോനിയാകണം. മേരിക്കുട്ടി ബൈബിൾ വായിക്കുമ്പോൾ മേരിക്കുട്ടിയാകണം. അത് എൻ്റെ കഥയാണ്, നിങ്ങളുടെ കഥയാണ്. എൻ്റെ ജീവിതമാണ്, നിങ്ങളുടെ ജീവിതമാണ്. ബൈബിൾ ജീവനുള്ളതായി തീരുന്നത് ഞാൻ അതിൽ എന്നെ കണ്ടെത്തുമ്പോഴാണ്. പത്രോസ് ഞാനാണ്. ഞാൻ പത്രോസ് ആകുമ്പോഴാണ് തള്ളിപ്പറഞ്ഞ പത്രോസിനെ കർത്താവ് കെട്ടിപ്പിടിക്കുമ്പോൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകലുന്ന എന്നെയും എൻ്റെ യേശു കെട്ടിപ്പിടിക്കുമെന്നുള്ള ബോധ്യം എനിക്ക് കിട്ടുന്നത്. തകർച്ചകളിൽ നിന്ന് തകർച്ചകളിലേക്ക് നീങ്ങിയിട്ടും ഒടുവിൽ ദാവീദ് രാജാവാകുമ്പോഴാണ് ഞാൻ ഇന്ന് വലിയ തകർച്ചയിലാണെങ്കിലും ഞാനും ഉയർത്തപ്പെടുമെന്നുള്ള ബോധ്യം എനിക്ക് കിട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ബൈബിൾ വായിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മൾ ചുമ്മാ ഡാനിയലിൻ്റെയും ജോസഫിൻ്റെയും കഥ വായിച്ചു പോകാനല്ല. അതൊക്കെ ചരിത്രമാണെങ്കിലും അവിടെ ഞാൻ എന്നെ കാണുമ്പോഴാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, പുസ്തക ചുരുളുകളിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു. പുസ്തക ചുരുളുകളിൽ ദൈവമേ എന്നെപ്പറ്റി എഴുതിയിരിക്കുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എൻ്റെ കഥയാണ്, നിങ്ങളുടെ കഥയാണ്. ഇത് മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ സന്ദേശം നമുക്ക് ക്ലിയർ ആയിട്ട് പിടികിട്ടുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിൾ മുഴുവൻ വായിച്ചു നോക്കുക. ഡാനിയേൽ പ്രവാചകന്റെ പുസ്തകം വായിച്ചു നോക്കുക. ഡാനിയേലും സഹനത്തിൽ കൂടെ പോയി ഒടുവിലെടുത്ത് ഉയർത്തപ്പെടുകയാണ്. ആരാണ് സഹനത്തിൽ കൂടെ പോകാത്തത്? എല്ലാവരും തന്നെ സഹനങ്ങളിൽ കൂടെ പോയി. പക്ഷെ അവരെല്ലാം അതിൻ്റെ അവസാനം ദൈവത്താൽ ഉയർത്തപ്പെടുകയാണ്. അവരൊരു കാര്യം ചെയ്തു. സഹനവേളകളിൽ അവർ ദൈവത്തെ ആരാധിച്ചു, ദൈവത്തോട് ചേർന്ന് നിന്നു. പലരും ചോദിച്ചു കാണും, ദൈവത്തിൻ്റെ കൂടെ പോയിട്ട് എന്ത് കിട്ടി? ഈ സമയത്ത് മറുപടി കൊടുക്കാതെ ചിലപ്പോൾ തല കുനിഞ്ഞു പോയി കാണും, കണ്ണുനീര് വന്നു കാണും. ആരും കാണാതെ കണ്ണുനീര് തുടച്ചുകൊണ്ട് ഒറ്റയ്ക്ക് മുറിയിൽ പോയി മുട്ടിന്മേൽ നിന്ന് കരങ്ങൾ ഉയർത്തി പറഞ്ഞു, ദൈവമേ, സകലരും എന്നെ ചോദ്യം ചെയ്യുന്നു, സകലരും എന്നെ അപമാനിക്കുന്നു, പക്ഷെ എനിക്ക് പരാതിയില്ല. ഐ ലവ് യു, ഐ വർഷിപ്പ് യു, ഐ അഡോർ യു. ഞാൻ നിന്നെ ആരാധിക്കും, ഞാൻ നിന്നെ സ്തുതിക്കും, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തും. ജോബ് പറഞ്ഞു, എൻ്റെ ശരീരം അഴുകി പുഴുക്കൾ വന്നാലും, ചർമ്മം അളിഞ്ഞ് മാംസം പുറത്തു വന്നാൽ എൻ്റെ അസ്ഥിയിൽ ഞാൻ ദൈവത്തെ കണ്ട് എൻ്റെ ദൈവത്തെ ആരാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതാണ് മനുഷ്യൻ. ദിസ് ഇസ് ദ ട്രൂ മാൻ ഓഫ് ഗോഡ്. ഇതാണ് ദൈവത്തിൻ്റെ ഭക്തൻ. എൻ്റെ അസ്ഥി പുറത്തു വന്നാൽ എൻ്റെ അസ്ഥികൾ ദൈവത്തെ ആരാധിക്കും. എൻ്റെ മാംസം അഴുകിപ്പോയാൽ, എൻ്റെ ചർമ്മം അഴുകിപ്പോയാൽ എൻ്റെ അസ്ഥികൾ കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കും. അതുകൊണ്ടാണ് ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ജോബിന് നഷ്ടപ്പെട്ടതെല്ലാം ദൈവം ഇരട്ടിയായിട്ട് തിരികെ കൊടുത്തു. കൊടുക്കാതിരിക്കുമോ? ഇങ്ങനത്തെ മനുഷ്യൻ ദൈവത്തെ ആരാധിച്ച് സ്നേഹിച്ചാൽ ദൈവത്തിന് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളെ ദൈവം പാഠം പഠിപ്പിക്കുകയാണ്, നല്ല ലെസൺ പഠിപ്പിക്കുക. ജോബ് ഞാനാണ്, നിങ്ങളാണ്. പത്രോസ് ഞാനാണ്, നിങ്ങളാണ്. ജോസഫ് ഞാനാണ്, നിങ്ങളാണ്. സൂസന്ന ഞാനാണ്, നിങ്ങളാണ്. എസ്തേർ ഞാനാണ്, നിങ്ങളാണ്. റൂത്ത് ഞാനാണ്, നിങ്ങളാണ്. അത് എൻ്റെ വചനമാണ്, എൻ്റെ കഥയാണ്, എൻ്റെ ജീവിതമാണ്. ഈ ദൈവം എൻ്റെ ദൈവം.
കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുവാൻ, പ്രാർത്ഥിച്ച് അങ്ങയുടെ പദ്ധതികൾ എൻ്റെ ജീവിതത്തിൽ നിറവേറുവാൻ ഈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കണമേ. ഉറങ്ങുന്നവനെ ഉണരുക, മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് പറഞ്ഞ കർത്താവെ, ഞാൻ ഉണർന്നെഴുന്നേറ്റ് സടകുടഞ്ഞെഴുന്നേറ്റ് പ്രാർത്ഥനയുടെ അഭിഷേകം നിറഞ്ഞ മനുഷ്യനായി തീരട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.